ബഹുമാന്യനായ ജെയ്മി ബ്രദർ, വിശുദ്ധമായ ഒരു ജീവിതത്തിന് ശേഷം ദൈവത്തിൻ്റെ പക്കലേക്ക്, നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അധിക നാൾ ജീവിച്ചില്ല. ജീവിച്ചതിൻ്റെ അധിക പങ്കും അൾത്താരയോട് ചേർന്നാണ് അദ്ദേഹം ജീവിച്ചത്. എല്ലാ ദിവസവും വെളുപ്പിന് 5 മണിക്ക്, മഴയായാലും മഞ്ഞായാലും, ജെയ്മി ബ്രദർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാളം സെക്ഷൻ സ്റ്റേജിൽ ഉണ്ടായിരിക്കും. അതുറപ്പായിരുന്നു. അന്നത്തെ ധ്യാനത്തിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കും. സ്റ്റേജിൽ ഒരു കോർഡിനേറ്ററായി, സ്റ്റേജ് മാനേജരായി, ആരാധന നയിക്കുവാനും ഗാനശുശ്രൂഷ നടത്താനും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന പോലുള്ള മറ്റെല്ലാ ക്രമങ്ങളും സജ്ജീകരിക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു ജീവിതം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജെയ്മി ബ്രദർ ഒരു മാതൃകയായിരുന്നു, ഒരു ഉത്തേജനമായിരുന്നു. എങ്ങനെയാണ് അൾത്താരയോട് ചേർന്ന് ജീവിക്കേണ്ടത് എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ആദരവോടെ, വലിയ ഭക്തിയോടെ അദ്ദേഹം പെരുമാറും. നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ആ ദുഃഖങ്ങളൊന്നും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാം ദൈവത്തിന് സമർപ്പിച്ച്, ദൈവത്തിൽ നിന്ന് സന്തോഷവും സ്നേഹവും സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമായിരുന്നു. ജെയ്മി ബ്രദറിൻ്റെ ജീവിതം ഏറെ ധന്യമായ, ദൈവികമായ ഒരു ജീവിതമായിരുന്നു. അദ്ദേഹം സമർപ്പണത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തിയവനാണ്. എങ്ങനെയാണ് ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാവർക്കും ആദരണീയനായ ഒരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിയുന്നിടത്തോളം അദ്ദേഹം ശ്രമിച്ചിരുന്നു. നല്ലൊരു മനുഷ്യൻ, ദൈവിക മനുഷ്യനായിരുന്നു അദ്ദേഹം.